കശ്മീരിൽ മാത്രമാണ് നമ്മൾ ഈ കുങ്കുമപ്പൂ വിരിയുമെന്നുള്ളത് കേട്ടിട്ടുള്ളത്. കശ്മീരിലെ കുങ്കുമപ്പൂ കിട്ടണം എന്നുള്ളതൊക്കെ നമുക്ക് വലിയൊരു ആഗ്രഹമാണ്. എന്നാൽ നോക്കിക്കോ, കശ്മീരിൽ മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ ഇങ്ങ് തൃശ്ശൂരിലും കുങ്കുമപ്പൂ വിരിയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് തൃശ്ശൂർ പുത്തൂർ സ്വദേശിയായ ജെയിംസ്. അതായത് പ്രത്യേകം താപനില ക്രമീകരിച്ച മുറിയൊരുക്കി കുങ്കുമപ്പൂക്കൾ വിരിയിച്ചു കഴിഞ്ഞു ഈ മലയാളി. വിദേശത്ത് ജോലി ചെയ്തിരുന്ന ജെയിംസ് ഒരുപാട് പഠനങ്ങൾക്ക് ശേഷമാണ് നാട്ടിൽ ഇങ്ങനെ ഈ ഒരു കുങ്കുമപ്പൂ കൃഷി തുടങ്ങിയത്. കുങ്കുമപ്പൂവിൻ്റെ ഒരു ഹബ്ബായി നമ്മൾ കണക്കാക്കുന്നത് കാശ്മീരിനെയാണ്, ഇന്ത്യയിലെ. പക്ഷേ ഇപ്പോൾ ഇങ്ങ് കേരളത്തിലും കുങ്കുമപ്പൂ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. തൃശ്ശൂർ പുത്തൂർ സ്വദേശിയായ ജെയിംസ് കാപ്പാനിയാണ് അത് ആ ഒരു കുങ്കുമപ്പൂവിൻ്റെ ഒരു ഉൽപ്പാദനമൊക്കെ നടത്തുന്നത്. ജെയിംസ് ചേട്ടനാണ് എൻ്റെ കൂടെ ഉള്ളത്. ജെയിംസ് ചേട്ടൻ നമസ്കാരം. നമസ്കാരം. അപ്പം വീട്ടിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത് അല്ലേ? അതെ അതെ, വീട്ടിൽ തന്നെയാണ്. വീട്ടിലൊരു പ്രത്യേകം ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് കാശ്മീരി കേസർ അഗ്രിടെക് എന്ന് പറയുന്ന ഒരു പേരിൽ തുടങ്ങിയിരിക്കുകയാണല്ലേ? അതെ അതെ അതെ. നമുക്കിപ്പം മുകളിലാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനും ഒക്കെ പറ്റുന്നത്. അപ്പം നമുക്ക് മുകളിലേക്ക് ഒന്ന് പോവാം അല്ലേ? പ്ലാന്റിന്റെ അകത്തേക്ക് കയറണമെങ്കിൽ തന്നെ നമ്മൾ കൃത്യമായൊരു സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ ജെയിംസ് ചേട്ടാ, ഇതാണ് നമ്മുടെ സ്ഥലം അല്ലേ? ഈ ഒരു സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത എന്താ ശരിക്കും? ഇതാണ് സഫ്രോൺ ഇൻഡോർ കൾട്ടിവേഷൻ. ഇതാണ് ശരിക്കും ഒരു കോൾഡ് സ്റ്റോറേജ് സെറ്റപ്പ് ആണല്ലേ? അതെ, കോൾഡ് സ്റ്റോറേജ് സെറ്റപ്പാണ്. പൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട്. കുറച്ച് പൂക്കളാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ ഒരുപാട് വിത്തുകളൊക്കെ തന്നെ ഉണ്ട്. ഈ വിത്തിലാണ്, ഇത് കണ്ടില്ലേ, ഈ വിത്തിലാണ് ഈ കുങ്കുമപ്പൂ ഉണ്ടാകുന്നത്. ഇത് അതിൻ്റെ മുമ്പ്, ഈ ഒരു പൂ ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പത്തെ ഘട്ടമാണിത് ശരിക്കും. എത്രത്തോളം ശ്രദ്ധ വേണമെന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു വേഷത്തിൻ്റെ തന്നെ ഒരു ഇത് കാണിക്കുന്നത്. എങ്ങനെയാണ് ശരിക്കും ഇവിടുത്തെ ഒരു കാര്യങ്ങൾ എങ്ങനെയാണ്? ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കുന്നത് 4 മുതൽ 20 ഡിഗ്രി ടെമ്പറേച്ചറാണ് ഇതിൻ്റെ ഫ്ലവറിങ് സീസണിലെ ടെമ്പറേച്ചർ നമ്മളിതിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതിന് പഫ് പാനൽ ഉപയോഗിച്ചാണ് ഇതിൻ്റെ റൂം സെറ്റ് ചെയ്യുന്നത്. കൂളിംഗ് സിസ്റ്റം വേണം, പിന്നെ നമുക്ക് ഒരു ഹ്യൂമിഡിഫയർ വേണം. ഹ്യൂമിഡിഫയറിലൂടെയാണ് ഇതിൽ വേണ്ട ജലസേചനം സംവിധാനം ഒരുക്കുന്നത്. അപ്പോൾ ജലസേചനം നടത്തി ജലാംശം ഇതിലധികമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു മെഷീൻ ഉപയോഗിച്ച് കഴിഞ്ഞ് ജലാംശം കുറയ്ക്കുന്നതിന് വേണ്ടി ഡീഹ്യൂമിഡിഫയർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ സംവിധാനത്തിലൂടെ നമുക്കത് കുറയ്ക്കാം. പിന്നെ ഇതിന് ആവശ്യമായ എല്ലാ മൂലകങ്ങളും ഈ എയറോഫോണിക് സംവിധാനത്തിലൂടെ നമുക്ക് നൽകാവുന്നതാണ്. സാധാരണഗതിയിൽ മെഡിസിനുകളൊന്നും തന്നെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. 100% ഓർഗാനിക്കായിട്ടാണ് അത് വളർത്തുന്നത്. അപ്പോൾ സംഭവം എന്തായാലും അടിപൊളിയാണ്. കാരണം നമുക്ക് നമ്മുടെ നാട്ടിലൊന്നും തന്നെ കാണാത്ത, പ്രത്യേകിച്ച് തൃശ്ശൂരിൽ ഒരാൾക്ക് പോലും ഇങ്ങനെയൊരു ഈ കുങ്കുമപ്പൂവൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഇടം ഉണ്ടാകില്ല. അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമായിരിക്കും ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു കുങ്കുമപ്പൂവൊക്കെ ഉണ്ടാക്കാനുള്ളത്. ഇതിവിടെ കാണാൻ സാധിക്കുന്നത് കുങ്കുമപ്പൂവിൻ്റെ ഇവിടെ പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞ്, അതായത് അതിൻ്റെ ഒരു ഡ്രൈ ആക്കിയതിന് ശേഷമുള്ള ഒരു പ്രൊഡക്റ്റാണ് നമുക്ക് സാധാരണ വിപണിയിൽ നിന്നൊക്കെ വാങ്ങുന്നതാണിത്. ഇതിപ്പോൾ ഇവിടെ എല്ലാം കൃത്യമാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് വളരെ കുറച്ചാണ് ഒരുപാട് എണ്ണത്തിൽ നിന്ന് കിട്ടുക. അപ്പം ഇങ്ങനെയാണ് ജെയിംസ് ചേട്ടൻ ഇവിടെ കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്നത്. ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ കണ്ടത്. അധിക നേരം അതിനകത്ത് നിൽക്കാൻ കഴിയില്ല, പെട്ടെന്ന് തന്നെ നമ്മൾ പുറത്ത് ചാടി. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ. ഈ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുമെന്ന് പറയുന്ന പോലെ തന്നെയാണ്, വേണമെങ്കിൽ നമ്മുടെ കുങ്കുമപ്പൂ ഇങ്ങനെ കേരളത്തിലും കായ്ക്കും അല്ലേ? അതിനുള്ള വലിയ ഉദാഹരണം തന്നെയാണ് ജെയിംസ്. അപ്പോൾ MS ലിഷോയ് ഉണ്ട് നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. ലിഷോയ്, എന്തൊക്കെ കാഴ്ചകളാണ് അവിടെ കണ്ടത്?
വളരെ കൗതുകം തോന്നുന്ന ഒരു വാർത്ത കൂടിയാണിത്. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ കാശ്മീരിലൊക്കെയാണ് കുങ്കുമപ്പൂവിൻ്റെ കൃഷിയൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളത്. പക്ഷേ ഈ കേരളത്തിലും, അതായത് തൃശ്ശൂരിലും അത്തരത്തിലുള്ള കൃഷി നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പുതിയൊരു അറിവാണ്. മാത്രമല്ല, ഇത് അധികമായിട്ടില്ല. ജെയിംസ് എന്ന് പറയുന്ന പുത്തൂരിലുള്ള ഒരു കർഷകനാണ് ഇത് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, നമുക്കറിയാം കുങ്കുമപ്പൂവൊക്കെ ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ കാശ്മീരിലേതുപോലെ അത്രയും തണുത്തൊരു അന്തരീക്ഷത്തിലൊക്കെ തന്നെയാണ് ഉണ്ടാവുക. അതിന് ഒട്ടും ചൂട് പറ്റില്ല എന്നുള്ളത് നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു ചൂടും, അതായത് അന്തരീക്ഷ താപനില കൃത്യമായി അത് ക്രമീകരിച്ചുകൊണ്ട് ഒരു പ്രത്യേകം സൗകര്യമൊക്കെ തന്നെ ഉണ്ടാക്കി അത്രത്തോളം സൂക്ഷ്മമായി, യാതൊരു വിധത്തിലും മറ്റ് ഒരു തരത്തിലുള്ള കേടുപാടുകളും സംഭവിക്കാത്ത തരത്തിൽ അത്രത്തോളം സൂക്ഷ്മമായാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. എന്തായാലും ഇന്ത്യയിൽ വളരെയധികം കുങ്കുമപ്പൂവിൻ്റെ ഉപയോഗമുണ്ട്. പക്ഷേ അതിലൊക്കെ തന്നെ വളരെ ചെറിയൊരു അളവ് മാത്രമേ നമ്മൾ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ഭൂരിഭാഗവും മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ളൊരു കൃഷിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ കുറച്ചാണെങ്കിൽ പോലും അതിന് വലിയ വിപണി സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ കർഷകൻ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു കൃഷിയിലേക്ക് അദ്ദേഹം തിരിയാനുള്ളൊരു കാരണം. മാത്രമല്ല, അത് അത്ര എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം കൂടിയല്ല. ഇതിന് പ്രത്യേകം സൗകര്യങ്ങളൊക്കെ തന്നെ ഒരുക്കി കൃത്രിമമായി സൂര്യപ്രകാശത്തിനോട് സമാനമായ ഈ വെളിച്ചമൊക്കെ തന്നെ അങ്ങനെ ഇവയ്ക്കൊക്കെ തന്നെ നൽകിയാണ് ഇതെന്തായാലും ചെയ്യുന്നത്. എന്തായാലും വലിയ ഒരു അളവിലേക്ക് ഈ ഒരു കൃഷി വ്യാപിപ്പിക്കാൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. അതിന്റെ ഒരു തീർച്ചയായിട്ടും ലിഷോയ്, നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ജെയിംസ് എന്നൊരു കർഷകന്റെ ഒരു നിശ്ചയദാർഢ്യവും അദ്ദേഹത്തിന്റെ ഒരു പാഷനും ഒക്കെ അതിൽ നമുക്ക് പലപ്പോഴും അറിയാം. ഈ ഒരു കുങ്കുമപ്പൂ എന്ന് പറയുമ്പോൾ ഒരു വലിയ മൂല്യം കൽപ്പിക്കുന്ന ഒന്നാണ്. കുങ്കുമപ്പൂ പാലിലരച്ച് കുടിക്കുക, സൗന്ദര്യവർദ്ധനവിന്, അതേപോലെ തന്നെ അതിനൊരു വലിയ മതിപ്പാണ് നമുക്കിടയിലൊക്കെ ഉള്ളത്. അത് വളരെ പണമുള്ള ആളുകൾക്ക് മാത്രം അങ്ങ് പോയി വാങ്ങി വരണം എന്നൊക്കെ പല ആളുകളും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു വലിയ വസ്തു, അല്ലെങ്കിൽ എല്ലാവരും വലിയ മൂല്യം കൽപ്പിക്കുന്ന ഒരു വസ്തു ഇങ്ങനെ നമ്മുടെ കൊച്ചു കേരളത്തിൽ തൃശ്ശൂർ പോലൊരു സ്ഥലത്ത് അതിനെ ഉണ്ടാക്കാൻ പറ്റുന്നു എന്നുള്ളത് അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ അതിന് അദ്ദേഹം കൊടുക്കുന്ന ഒരു എഫേർട്ട് അതും വളരെ വലുത് തന്നെയാണ്. അത്രയും പ്രത്യേകം സജ്ജീകരിച്ച മുറിയിലൊക്കെയാണ് ഈ ഒരു കുങ്കുമപ്പൂവ് വളർത്തിയെടുക്കുന്നത്. ഒരുപാട് കൃഷി ചെയ്യുമ്പോഴാണ് വളരെ കുറച്ച് പൂക്കൾ കിട്ടുക. അപ്പോൾ അത്രമാത്രം ഡിമാൻഡ് അതിനുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ എന്തായാലും ഇത്രമാത്രം കാര്യങ്ങൾ അതിനുവേണ്ടി ചെയ്യാൻ ജെയിംസ് എന്ന കർഷകന് സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ വലിയൊരു റിസർച്ച് ഉണ്ടാകും, പല പഠനങ്ങളും ഉണ്ടാകും അല്ലേ. ഇതൊക്കെ ചേർത്തുകൊണ്ടാണ് ആ മനുഷ്യൻ ഈ ഒരു കാര്യം ചെയ്യുന്നത്. എന്തായാലും ആ കുങ്കുമപ്പൂവ് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ വിടർന്നു നിൽക്കുന്നത് കാണുമ്പോൾ വലിയ സന്തോഷം അല്ലേ.